2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായ ഒട്ടേറെ തരംഗങ്ങളുണ്ടായിരുന്നു. ഒന്ന്, രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നു. മറ്റൊന്ന്, ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം. പിന്നീടുള്ള ഒന്ന് എന്നത് ശബരിമല വിഷയമായിരുന്നു. ഇങ്ങനെ 2019 തരംഗത്തിൻ്റെ പുറത്ത് UDF 20-ൽ 19 ഇടങ്ങളിലും വിജയിക്കുന്നു. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിൽ ഒരു തരംഗമുണ്ടോ? ഉണ്ടെങ്കിൽ അത് ആർക്കനുകൂലമായാണ് വിധിയെഴുതുവാൻ പോകുന്നത്? ഈ അടിസ്ഥാനത്തിൽ 10 മണ്ഡലങ്ങളുടെ വിജയപരാജയത്തെപ്പറ്റി ചർച്ച ചെയ്യുകയാണ് ഇന്ന്. പരിശോധിക്കാം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 ഒരു തരംഗവും കേരളത്തിലില്ല എന്ന് തന്നെ പറയാം. 2019 ഉണ്ടായിരുന്ന യാതൊരു തരംഗവും 2024 ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ന്യൂനപക്ഷ വോട്ടുകൾ ഇക്കുറി ആർക്കനുകൂലമായി വിധിയെഴുതും എന്നുള്ളത് ഏറ്റവും പ്രധാനമാണെങ്കിൽ പോലും കോൺഗ്രസിന് അനുകൂലമായി ന്യൂനപക്ഷം വിധിയെഴുതുമെന്ന് എടുത്തു പറയുവാൻ സാധിക്കില്ല. അതിൻ്റെ കാരണം CAA വിഷയത്തിൽ കോൺഗ്രസിനേക്കാൾ കുറച്ചുകൂടി കാര്യമായി പ്രതിഷേധവും പ്രകടനവുമായി മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് ഇടതുപക്ഷമാണ്. അതിന് കാരണം ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു നീക്കം ദേശീയ തലത്തിൽ ചിലപ്പോൾ കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി മാറിയേക്കാമെന്ന ബോധ്യമായിരിക്കണം കോൺഗ്രസിനെ കാര്യമായ രീതിയിൽ CAA വിഷയത്തിൽ ഇടപെടുന്നതിൽ നിന്ന് തടഞ്ഞത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം BJP വിരുദ്ധ വോട്ടുകൾ ആർക്കനുകൂലമായി വന്നിട്ടുണ്ടാകും എന്നുള്ളതാണ്. അവിടെയും കഴിഞ്ഞ തവണ കോൺഗ്രസിനെ അധികാരത്തിലേക്ക് എത്തിച്ചാൽ മാത്രമേ BJPയെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കുവാൻ സാധിക്കൂ എന്നുള്ളൊരു ബോധ്യമൊന്നും അല്ലെങ്കിൽ അത്തരത്തിലൊരു ധാരണയൊന്നും ഇക്കുറി ജനങ്ങൾക്കില്ല. കാരണം ഇടതുപക്ഷം ഭരിക്കാൻ മുൻപന്തിയിലേക്ക് വന്നാലും UDF ഭരിക്കാൻ മുൻപന്തിയിലേക്ക് വന്നാലും ദേശീയ തലത്തിൽ ഇരു കൂട്ടരും ഒറ്റക്കെട്ടാണ് എന്ന ധാരണയാണ് കേരളത്തിൽ അത് BJP വിരുദ്ധ വോട്ടുകൾ രണ്ടു ഭാഗത്തേക്ക് വിഘടിച്ചു പോകുന്നത്. അതുമാത്രമല്ലാതെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം BJP വിരുദ്ധ തരംഗം 2019 2024 ശ്രീരാമക്ഷേത്ര നിർമ്മാണം അടക്കമുള്ള പല പദ്ധതികളും അല്ലെങ്കിൽ പല നീക്കങ്ങളും കേരളത്തിൽ BJP കാര്യമായ രീതിയിലുള്ള വോട്ട് ഷെയർ വർധനവിന് കാരണമാക്കും എന്ന് തന്നെയാണ് സർവേ ഫലങ്ങളിലൂടെ എല്ലാ മാധ്യമങ്ങളും പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ പരിശോധിക്കുവാൻ പോകുന്നത് കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെയുള്ള 10 ലോക്സഭാ മണ്ഡലങ്ങളുടെ അവസ്ഥ എന്താണ്, അവിടങ്ങളിൽ ആർക്കാണ് വിജയപ്രതീക്ഷ ഏറെയുള്ളത് എന്നാണ്. ഏറ്റവും ആദ്യം 2019 പോൾ ചെയ്യപ്പെട്ട വോട്ടിനേക്കാൾ ശതമാനക്കണക്കിൽ കുറവാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് പോളിംഗ് നടന്നിട്ടുള്ളത്. അത് ഇടതുപക്ഷത്തിന് എല്ലാ കാലത്തും ഗുണപ്രദമായ ഒരു തരംഗമാണ് സൃഷ്ടിക്കാറ് എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാകും. അതുതന്നെയാണ് ഇടതുപക്ഷത്തിന് ഇക്കുറി വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകം. ദേശീയ പദവിയും അതുപോലെ ചിഹ്നവും നഷ്ടപ്പെടുവാൻ സാധ്യതയേറെയുള്ള ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോഴുള്ള ഈ തെരഞ്ഞെടുപ്പിൽ കഴിയുന്നത്ര സീറ്റുകളിൽ വിജയിച്ചു വരിക എന്നുള്ളത് ദേശീയ തലത്തിൽ പാർട്ടി സ്ഥാനം നിലനിർത്തുക എന്നുള്ളത് മാത്രമല്ല, പിണറായി സർക്കാരിനോടുള്ള ജനവിരുദ്ധ വികാരം കേരളത്തിൽ അലയടിക്കുന്നു എന്ന് പറയുന്ന പ്രതിപക്ഷ പാർട്ടികൾക്ക് വലിയ ഒരു മറുപടി നൽകുവാൻ കൂടി കഴിയുമെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ്. ഇവയെല്ലാം കൂടി ബന്ധപ്പെടുത്തി തന്നെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിനെ കണക്കാക്കേണ്ടതായുണ്ട്. ഇടതുപക്ഷത്തിന് ഏറ്റവും കൂടുതൽ കരുത്ത് ഉണ്ടായിരുന്ന ലോക്സഭാ മണ്ഡലം. എന്നാൽ 2019 തരംഗത്തിൻ്റെ പുറത്ത് 2019 ഇടതുപക്ഷം പോലും വിചാരിക്കാതെ അല്ലെങ്കിൽ UDF പോലും വിചാരിക്കാതെ രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് നിന്ന് വിജയിച്ചു വരുന്നു. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം കൃത്യമായി കാസർഗോഡ് ഉണ്ടായിരുന്നു. 2019 MP ആയതിനു ശേഷം രാജ്മോഹൻ ഉണ്ണിത്താൻ മണ്ഡലത്തിൽ നടത്തിയ വികസനമാണ് UDFൻ്റെ ഏറ്റവും വലിയ കരുത്ത്. ഒപ്പം സർക്കാർ വിരുദ്ധ വികാരം അലയടിക്കുന്നുണ്ട് കാസർഗോഡെന്നും ആ വികാരമെല്ലാം UDFന് അനുകൂലമായി മാറുമെന്നുള്ള ധാരണയാണ് UDFനുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോളിംഗ് ശതമാനം കാസർഗോഡ് കുറവായിരുന്നു. അത്തരത്തിൽ പോളിംഗ് ശതമാനം കുറയുന്നത് എല്ലാ കാലത്തും ഇടതുപക്ഷത്തിന് അനുകൂലമായ വിധി എഴുതുന്നത് കൊണ്ട് തന്നെ കാസർഗോഡും ഒരു അട്ടിമറി വിജയത്തിന് സാധ്യത ഏറെയുണ്ട് എന്ന് തന്നെയാണ് LDFും വിചാരിക്കുന്നത്. അതിനോടൊപ്പം 2019 ഉണ്ടായതുപോലെ ഒരു ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമൊന്നും കാസർഗോഡ് ഉണ്ടായിട്ടില്ല. ആ വോട്ടുകൾ കൃത്യമായി ഇടതുപക്ഷത്തിനും അനുകൂലമായി വിധി എഴുതിയിട്ടുണ്ട് എന്നും ഒപ്പം ലീഗിനോട് ഭിന്നിച്ചു നിൽക്കുന്ന സമസ്തയുടെ വോട്ടുകൾ കൃത്യമായി കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ അത് ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് അനുകൂലമായി വിധി എഴുതുമെന്നും അവർ കണക്ക് കൂട്ടുന്നു. അത്തരത്തിൽ ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് അനുകൂലമായ ഈ രണ്ട് ഘടകങ്ങൾ നിൽക്കുമ്പോഴും അവിടെ ഇടതുപക്ഷ കോട്ടയായി നിലനിൽക്കുന്ന കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് കൃത്യമായി വേരുള്ള പയ്യന്നൂരും കല്യാശ്ശേരിയിലും ഇടതുപക്ഷത്തിൻ്റെ സ്വാധീന മണ്ഡലങ്ങളിൽ രണ്ടിടത്തും ആ 2 നിയമസഭാ മണ്ഡലങ്ങളിലും മികച്ച പോളിംഗാണ് നടന്നിട്ടുള്ളത്. മറ്റ് നിയമസഭാ മണ്ഡലങ്ങളെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ പയ്യന്നൂരിലും കല്യാശ്ശേരിയിലും പോളിംഗ് വർദ്ധിച്ചിട്ടുണ്ട്. അത് ഇടതുപക്ഷത്തിന് മറ്റൊരു വിജയ സാധ്യത വിളിച്ചോതുന്ന ഘടകമാണ്. അതുകൊണ്ട് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ UDFന് അനുകൂലമായ ഒരു തരംഗമുണ്ടെങ്കിൽ പോലും ഒരു അട്ടിമറി വിജയത്തിന് സാധ്യത ഏറെയുണ്ട്. അതിൻ്റെ ഘടകങ്ങൾ ഇവ 3മാണ്. അതുകൊണ്ട് കാസർഗോഡ് വിജയിക്കുവാൻ സാധ്യത ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് ഉണ്ട്. മറ്റൊന്ന് കണ്ണൂരാണ്. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ 2019 മികച്ച വിജയം കൈവരിച്ച്
വെന്നിക്കൊടി പാറിച്ച സ്ഥാനാർത്ഥിയായിരുന്നു കുമ്പക്കൊടി സുധാകരൻ എന്ന കെ സുധാകരൻ. KPCC അധ്യക്ഷനായിരിക്കുന്നത് കൊണ്ട് തന്നെ 2024 അദ്ദേഹം മത്സരിക്കുന്നില്ല എന്നും പകരം തൻ്റെ അനുയായിയായ ജയന്തനെ മത്സരിപ്പിക്കാമെന്നും ഒരു അവകാശവാദം KPCCക്കുള്ളിൽ ഉന്നയിച്ചപ്പോൾ അതിനെ എതിർത്ത് സംസാരിച്ചത് VD സതീശനും രമേശ് ചെന്നിത്തലയുമായിരുന്നു. അങ്ങനെ പാർട്ടിയുടെ സമ്മർദ്ദത്തിൻ്റെ പുറത്ത് AICC കൃത്യമായി സമ്മർദ്ദം ചെലുത്തിയതുകൊണ്ട് 20-20 സീറ്റുകളും ഇക്കുറിയും കോൺഗ്രസിന് നേടണമെന്നുള്ള ഉറച്ച ബോധ്യത്തിൻ്റെ പുറത്തുള്ള സമ്മർദ്ദത്തിൽ കെ സുധാകരൻ വഴങ്ങുകയും അങ്ങനെ കെ സുധാകരൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ന്യൂനപക്ഷ വോട്ടുകൾ കണ്ണൂരിൽ കഴിഞ്ഞ തവണ കെ സുധാകരന് കിട്ടിയ അത്ര തോതിൽ ഇക്കുറി കിട്ടില്ല എന്ന ഉറച്ച ബോധ്യം ഇടതുപക്ഷത്തിനുണ്ട്. അതിന് പ്രധാന കാരണം താൻ BJPയിലേക്ക് പോകും എന്ന BJPക്കാരും ഇടതുപക്ഷവും ഉയർത്തിയ ഏറ്റവും ശക്തമായ ആരോപണത്തിന് തെരഞ്ഞെടുപ്പിന്റെ അവസാന നാളായ കലാശക്കൊട്ടിൽ മാത്രമാണ് അദ്ദേഹം മറുപടി നൽകിയത്. ആ മറുപടി വളരെ കൃത്യവും വളരെ ബലപ്പെട്ടതാണെങ്കിൽ പോലും തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷം നൽകി എന്നുള്ളതാണ് അതിൽ ഏറ്റ തിരിച്ചടി. ഒപ്പം ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായ MV ജയരാജന് ജില്ലാ സെക്രട്ടറി എന്ന രീതിയിൽ മണ്ഡലത്തിലുള്ള സ്വാധീനം, അതിനോടൊപ്പം 2019 വിജയിച്ചതിന് ശേഷം കാര്യമായ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളൊന്നും കെ സുധാകരൻ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ നടത്തിയിട്ടില്ല എന്നുള്ളതും ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം പകരുന്നു. അത് അവരൊരു ആയുധമായി ഉപയോഗിച്ചിട്ടുമുണ്ട്. MV ജയരാജനെ സംബന്ധിച്ചിടത്തോളം CPMന്റെ ജില്ലാ സെക്രട്ടറിയായിരുന്നു എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ കഴിഞ്ഞ 5 വർഷവും മണ്ഡലത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകം തന്നെയാണ്. അതായത് അവിടുത്തെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ പ്രാദേശിക തലത്തിലുള്ള നേതാക്കന്മാർ കെ സുധാകരനെതിരായി ശബ്ദമുയർത്തിയ സന്ദർഭം വരെ കണ്ണൂരിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു വിജയ സാധ്യത അലയടിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ പ്രകടമാകുന്നത്. മറ്റൊന്ന് വടകര ലോക്സഭാ മണ്ഡലമാണ്. വടകരയ്ക്കും തൃശ്ശൂരിനും വലിയ ഒരു പ്രാധാന്യമുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 അപേക്ഷിച്ച് പോളിംഗ് ശതമാനം എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും കുറഞ്ഞു നിന്നപ്പോൾ വടകരയിലും തൃശ്ശൂരിലുമാണ് പോളിംഗ് ശതമാനം ഏറി നിന്നത്. അതിന് കാരണം അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ അത്രമേൽ ശക്തരാണ്. ശക്തമായ ത്രികോണ മത്സരവും ശക്തമായ പോരാട്ടവും നടക്കുന്ന 2 ലോക്സഭാ മണ്ഡലങ്ങളാണ് വടകരയും തൃശ്ശൂരും. വടകരയിലേക്ക് വരുമ്പോൾ വടകരയിൽ ഇടതുപക്ഷം ആദ്യമേ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നു. അങ്ങനെ KK ശൈലജ ടീച്ചർ സ്ഥാനാർത്ഥിയാകുന്നു. K മുരളീധരനായിരിക്കും അവിടെ സ്ഥാനാർത്ഥിയാകുക എന്ന മുൻധാരണയോടുകൂടി KK ശൈലജയെ സ്ഥാനാർത്ഥിയാക്കിയതോടുകൂടി തങ്ങളുടെ പക്കലുണ്ടായിരുന്ന വടകര ലോക്സഭാ മണ്ഡലം കഴിഞ്ഞ തരംഗത്തിൽ K മുരളീധരൻ കൊണ്ടുപോയപ്പോൾ അത് തിരിച്ചു പിടിക്കുവാൻ കഴിയും. അതിനൊത്ത എതിരാളിയാണ് KK ശൈലജ എന്ന ധാരണയും ആത്മവിശ്വാസവും ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു. എന്നാൽ കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ സ്ട്രൈക്ക് അവിടെ ഉണ്ടായതോടുകൂടി K മുരളീധരനെ തൃശ്ശൂരേക്ക് മാറ്റുന്നു. പാലക്കാടിൻ്റെ MLA ആയ ഷാഫി പറമ്പലിനെ വടകരയിൽ അവതരിപ്പിക്കുന്നു. അതോടുകൂടി രാഷ്ട്രീയ കളം മാറി മറിയുകയാണ്. വടകരയിൽ ഷാഫി പറമ്പിലെത്തുന്നു. വൻ സ്വീകാര്യത അദ്ദേഹത്തിന് അവിടെ ലഭിക്കുന്നു. സ്ത്രീകളുടെയും യുവാക്കളുടെയും എല്ലാം സ്വീകാര്യത അവിടെ ലഭിക്കുന്നു. KK ശൈലജയ്ക്ക് N ബ്ലോക്കോടുകൂടി, അതായത് മികച്ച ഭൂരിപക്ഷത്തോടുകൂടി വോട്ട് ലഭിക്കുമെന്ന് വിശ്വസിച്ചിരുന്ന സ്ത്രീകളുടെയും ചെറുപ്പക്കാരുടെയും വോട്ടുകളിൽ ഭിന്നത ഉണ്ടാകുമെന്ന് ഉറപ്പായി. ഒപ്പം ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കുകയും വടകരയിൽ വൻ മുന്നേറ്റം UDF ഉണ്ടാക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് കണക്കുകൂട്ടലുകൾ പറയുന്നത്. പല രാഷ്ട്രീയ തന്ത്രങ്ങളും ഇടതുപക്ഷം അവിടെ പയറ്റുനോക്കി. പല ആരോപണങ്ങളും ഷാഫി പറമ്പിലിനെതിരായും UDFനെതിരായും KK ശൈലജ പയറ്റുനോക്കി. പക്ഷേ ഒന്നും കൃത്യമായ രീതിയിൽ സഫലമായില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ എല്ലാം കണക്കുകൂട്ടുമ്പോൾ പോളിംഗ് ശതമാനത്തിൻ്റെ വർധനവ്, ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം, സ്ത്രീ വോട്ടർമാരുടെയും ചെറുപ്പക്കാരുടെയും വോട്ടുകളിൽ KK ശൈലജ ടീച്ചറോടൊപ്പം തന്നെ ഷാഫി പറമ്പിലിനുള്ള സ്വാധീനം, ഇരു കൂട്ടരുടെയും സ്വീകാര്യത, അതായത് KK ശൈലജയ്ക്ക് അനുകൂലമായി ഉണ്ടാകുന്ന കാര്യകാരണങ്ങളെല്ലാം ഷാഫി പറമ്പിലിനും അനുകൂലമായി തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടി. അതുകൊണ്ട് വടകരയിൽ ഷാഫി പറമ്പിൽ തന്നെ വിജയിക്കുവാനാണ് സാധ്യത ഏറെയുള്ളത്. അടുത്തത് കോഴിക്കോടാണ്. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ ജനസ്വീകാര്യത ഏറെയുള്ള MK രാഘവൻ, പക്ഷേ അവിടെ എല്ലാ ഇടങ്ങളിലും കൃത്യമായ സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്ന ഇളമനം കരീം കൂടി സ്ഥാനാർത്ഥിയാകുമ്പോൾ കടുത്ത പോരാട്ടമാണ് ഇടതുപക്ഷവും കോൺഗ്രസും അവിടെ നടത്തുവാൻ പോകുന്നത്. UDF സ്ഥാനാർത്ഥിയായി MK രാഘവൻ മത്സരിക്കുമ്പോൾ ജാതി മത രാഷ്ട്രീയ ചേരിതിരിവുകളൊന്നും കോൺഗ്രസിന് ഉണ്ടാകില്ല എന്ന ആദ്യഘട്ടത്തിൽ അവകാശപ്പെട്ടിരുന്നുവെങ്കിൽ പോലും അവിടെ പലതരത്തിലുള്ള ചേരിതിരിവും പലതരത്തിലുള്ള ഉൾപാർട്ടി പ്രശ്നങ്ങളും UDFനുള്ളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് MK രാഘവൻ തന്നെ KPCCയുടെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ വ്യക്തമാക്കിയതാണ്. ആ തിരിച്ചടി കോഴിക്കോട് UDF ഉണ്ടാകുമോ എന്ന് മാത്രമാണ് സംശയിക്കേണ്ടത്. അല്ലാതെ മറ്റൊരു വിരുദ്ധ വികാരവും MK രാഘവനെതിരായി കോഴിക്കോടില്ല. അതവിടെ ഒരു പ്രധാനപ്പെട്ട ഘടകമായി നിൽക്കുമ്പോഴും പൊന്നാനിയിൽ അലയടിക്കുന്ന
സമസ്ത ലീഗ് പ്രശ്നം കാര്യമായി തന്നെ കോഴിക്കോടും ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. കോഴിക്കോട് ന്യൂനപക്ഷ വോട്ടുകളിൽ സമസ്ത വോട്ടുകൾ പിടിച്ചു മാറ്റുകയാണ് എങ്കിൽ, ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളലുണ്ടാകുകയാണ് എങ്കിൽ, ഇടതുപക്ഷ കോട്ടകളിലെല്ലാം ഇളമരം കരീം കൃത്യമായ സ്വാധീനം ചെലുത്തി ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് UDF-നെ കാര്യമായി ബാധിക്കും. അങ്ങനെ വന്നാൽ മാത്രമാണ് അവിടെ ഒരു അട്ടിമറി വിജയത്തിന് സാധ്യതയുള്ളൂ. UDF-നെ പരാജയപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തോടു കൂടി പാർലമെന്റിലേക്ക് പോയ MK രാഘവൻ നാളുകൾക്ക് ശേഷം കോഴിക്കോട് പരാജയപ്പെടുകയുള്ളൂ. അല്ലാത്ത പക്ഷമെല്ലാം MK രാഘവൻ തന്നെ വിജയിക്കുവാനാണ് സാധ്യതയുള്ളത്. അടുത്തത് വയനാടാണ്. യാതൊരു സംശയവുമില്ലാതെ പറയാം, ഇക്കുറി വയനാട് വീണ്ടും രാഹുൽ ഗാന്ധി തന്നെ വിജയിക്കും. രാഹുൽ ഗാന്ധി റായ്ബറേലിയിലേക്ക് മത്സരത്തിന് പോയത് വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെ റായ്ബറേലിയിലേക്ക് പോകുന്നു എന്ന വാർത്തകളൊന്നും ആദ്യഘട്ടത്തിൽ ഉണ്ടാക്കാതിരുന്നത് കോൺഗ്രസിന് വലിയ ഗുണപ്രദമായിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ആനി രാജയെ പോലെ അല്ലെങ്കിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ K. സുരേന്ദ്രനെ പോലെയുള്ള രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരെ BJPയും ഇടതുപക്ഷവും രാഹുൽ ഗാന്ധിക്കെതിരായി അവിടെ മത്സരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ തവണ കിട്ടിയ 4.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇക്കുറി ഉണ്ടാകുമോ എന്നുള്ളത് മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭൂരിപക്ഷത്തിൽ കുറവുണ്ടായാൽ അത് രാഹുൽ ഗാന്ധി നേരിടുന്ന വലിയ തിരിച്ചടിയായി മാറും. അല്ലെങ്കിൽ അത് അത്തരത്തിൽ പ്രചരിപ്പിക്കുവാൻ തന്നെയായിരിക്കും ഇടതുപക്ഷത്തിൻ്റെയും BJPയുടെയും നീക്കം. അതുകൊണ്ട് തന്നെ ശതമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. രാഹുൽ ഗാന്ധിയെ 4.5 ലക്ഷത്തിൽ നിന്ന് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടിൽ നിന്ന് ഒരോട്ടെങ്കിലും കൂടുതൽ നേടി വിജയിച്ചാൽ മാത്രമേ രാഹുൽ ഗാന്ധിക്ക് അതൊരു വിജയമായി കണക്കാക്കുവാൻ സാധിക്കൂ. അല്ലാത്ത പക്ഷം അത് വലിയ ഇടിവ് തന്നെയായിരിക്കും കോൺഗ്രസിന്. അടുത്തത് മലപ്പുറമാണ്. മലപ്പുറത്ത് ശക്തമായ പോരാട്ടം അല്ല നടക്കുന്നത്. അവിടെ ലീഗിൻ്റെ കൃത്യമായ അപ്രമാദിത്യമുണ്ട്. ET മുഹമ്മദ് ബഷീർ മത്സരത്തിന് ഇറങ്ങുന്നത് കൊണ്ട് തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ എല്ലാ കാലത്തും മലപ്പുറത്ത് ലീഗിന് അനുകൂലമായി വിധിയെഴുതുന്നു. ഇക്കുറിയും അത് അങ്ങനെ തന്നെ ഉണ്ടാകും. പക്ഷേ ഭൂരിപക്ഷത്തിൽ അല്ലെങ്കിൽ ശതമാനത്തിലൊക്കെ നേരിയ കുറവുണ്ടാക്കുവാൻ അവിടെ സാധിക്കും, ഇടതുപക്ഷത്തിന് സാധിക്കും എന്ന് തന്നെയാണ് കണക്കൂട്ടലുള്ളത്. പക്ഷേ പൊന്നാനിയിലേക്ക് വരുമ്പോൾ പൊന്നാനിയിൽ അവസ്ഥ അങ്ങനെയല്ല. എല്ലാ കാലത്തും 1/2 ലക്ഷത്തിലേറെ മാത്രം ഭൂരിപക്ഷം നേടിക്കൊണ്ടാണ് പൊന്നാനിയിൽ മുസ്ലിം ലീഗ് വിജയിക്കാറുള്ളത്. കഴിഞ്ഞ തവണ മാത്രമാണ് വലിയൊരു തരംഗത്തിൻ്റെ പുറത്ത് ET മുഹമ്മദ് ബഷീർ വിജയിച്ചത്. ആദ്യഘട്ടത്തിൽ തന്നെ ലീഗിനറിയാമായിരുന്നു ET മുഹമ്മദ് ബഷീറിന് വിജയിക്കുവാൻ സാധിക്കുന്ന ഒരിടമല്ല പൊന്നാനി എന്ന്. അവിടെ കടുത്ത മത്സരം നടക്കുവാൻ സാധ്യതയേറെയുണ്ട് എന്ന മുൻകൂട്ടി കണ്ട ലീഗ് ആദ്യഘട്ടത്തിൽ തന്നെ പൊന്നാനിയിൽ നിന്ന് ET മുഹമ്മദ് ബഷീറിനെ മലപ്പുറത്തേക്കും മലപ്പുറത്ത് സ്ഥാനാർത്ഥിയായിരുന്ന അബ്ദുൾ സമദ് സമദാനിയെ പൊന്നാനിയിലേക്ക് മത്സരിപ്പിക്കുന്ന തന്ത്രപരമായ നീക്കത്തിന് തുടക്കം കുറിക്കുന്നു. അതുകൊണ്ട് തന്നെ ET മുഹമ്മദ് ബഷീർ ഭയന്ന മലപ്പുറത്തേക്ക് അബ്ദുൾ സമദ് സമദാനി വരുമ്പോൾ, അവിടെ KS ഹംസ സമസ്തയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ വരുമ്പോൾ, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടും ഇടതുപക്ഷത്തിൻ്റെ ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ അതെല്ലാം ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു തരംഗം അവിടെ സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ. ഒപ്പം സമസ്ത തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തു, 72,000-ൽ പരം വോട്ടുകൾ ലീഗിന് ലഭിക്കേണ്ട വോട്ടുകൾ അത് ഇടതുപക്ഷത്തിന് മറിച്ചു നൽകി എന്നുള്ളത് സമസ്ത തന്നെ പറയുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ ലീഗിന് കിട്ടേണ്ട തനത് വോട്ടുകളെല്ലാം മരവിപ്പിക്കുവാനും സമസ്തയ്ക്ക് സാധിച്ചു എന്ന കണക്കുകൾ പുറത്തു വരുമ്പോൾ വലിയ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഒടുവിൽ വലിയൊരു അട്ടിമറി വിജയത്തിന് സാധ്യത ഏറെയുണ്ട്. പൊന്നാനിയിൽ KS ഹംസ വിജയിക്കുവാൻ സാധ്യത ഉണ്ട്. പക്ഷേ അബ്ദുൾ സമദ് സമദാനിയും ലീഗുമൊക്കെ അവിടെ ശക്തമാണ് എന്നുള്ളതാണ് UDF-നെ സംബന്ധിച്ച് ആശ്വാസകരമായ ഒരു ഘടകം. ഇനി പാലക്കാട്ടേക്ക് വരുമ്പോൾ 2019 ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്ന സ്ഥാനാർത്ഥിയായിരുന്നു ശ്രീകണ്ഠൻ തന്നെ ഇക്കുറിയും വീണ്ടും പാലക്കാട് മത്സരിക്കുന്നു. വിജയപ്രതീക്ഷ തീരെയില്ലാതെ UDF മത്സരിപ്പിച്ച ശ്രീകണ്ഠൻ ഇടതുപക്ഷ നേതാക്കന്മാരെയും സ്ഥാനാർത്ഥിയെ പോലും അമ്പരിപ്പിച്ചുകൊണ്ടായിരുന്നു 2019 വിജയിച്ചതിന് ശേഷം കാസർഗോഡെ പോലെ തന്നെ വികസന പെരുമഴ താൻ നടത്തിയെന്നും ആ വികസന തേരോട്ടത്തിൻ്റെ പിൻബലത്തിൽ തന്നെയാണ് താൻ 2024 മത്സരിക്കുന്നതെന്നും ജനങ്ങൾക്കിടയിൽ സജീവമായി താൻ ഉണ്ടായിരുന്നെന്നുമൊക്കെയാണ് ആത്മവിശ്വാസത്തോടു കൂടി ശ്രീകണ്ഠൻ പറയുന്നത്. പാലക്കാട് അതുകൊണ്ട് തന്നെയാണ് തിരിച്ചുപിടിക്കുവാൻ ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ ഇടതുപക്ഷം കളത്തിലിറക്കിയത്. വിജയരാഘവൻ കളത്തിലിറങ്ങിയതോടുകൂടി ഇടതുപക്ഷത്തിന് ആത്മവിശ്വാസം ഏറെയായി മാറിയിരിക്കുകയാണ്. പോളിറ്റ് ബ്യൂറോ അംഗം മത്സരിക്കുന്നത് കൊണ്ട് തന്നെ ആ പോളിറ്റ് ബ്യൂറോ അംഗത്തെ എന്തു വിലയും കൊടുത്ത് വിജയിപ്പിക്കുക എന്നുള്ളത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെ പോളിംഗ് ശതമാനം കുറഞ്ഞത് ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു തരംഗം സൃഷ്ടിക്കുന്നുണ്ട്. ഒപ്പം ന്യൂനപക്ഷ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കും. വിജയരാഘവൻ്റെ പ്രാദേശിക തലത്തിലുള്ള പിടിപാട് ഇതൊക്കെയാണ് ഇടതുപക്ഷത്തിന് ആക്കം കൂട്ടുന്ന അല്ലെങ്കിൽ വിജയപ്രതീക്ഷ വർദ്ധിപ്പിക്കുന്ന ചില ഘടകങ്ങൾ. അടുത്തത് ആലത്തൂരാണ്. ആലത്തൂരിൽ ഭരണവിരുദ്ധ വികാരം
അവിടെ രമ്യ ഹരിദാസിന് എതിരായുണ്ട്. കഴിഞ്ഞ തവണത്തെ തരംഗത്തിൻ്റെ പുറത്ത് മാത്രം വിജയിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് രമ്യ ഹരിദാസ്. അതുകൊണ്ട് ആലത്തൂരിൽ ഇക്കുറി വിജയിക്കുവാൻ പോകുന്നത് രാധാകൃഷ്ണനായിരിക്കും. ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണന് ആലത്തൂർ മണ്ഡലത്തിലുള്ള ജനസ്വീകാര്യത, പിന്തുണ അത് ചെറുതല്ല. അത് കൃത്യമായ വോട്ടുകളായി മാറും. ന്യൂനപക്ഷ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാകും. പോളിംഗ് ശതമാനത്തിലെ കുറവ് ആലത്തൂരിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി വിധിയെഴുതും. ആലത്തൂരിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല MP രമ്യ ഹരിദാസ് എന്ന ആരോപണ ആയുധം കൃത്യമായി ആലത്തൂരിൽ വിലപ്പോയിട്ടുണ്ട്. അത് ഇടതുപക്ഷത്തിന് അനുകൂലമായ വിധിയെഴുതുവാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്ന് തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ കണക്കുകൂട്ടൽ. അടുത്തത് തൃശ്ശൂരാണ്. ശക്തമായ ത്രികോണ മത്സരം നടന്ന തൃശ്ശൂരിൽ, ദേശീയ തലത്തിൽ വരെ ശ്രദ്ധ ആകർഷിച്ച തൃശ്ശൂരിൽ നരേന്ദ്രമോദി നേരിട്ട് വന്ന പ്രചരണ പരിപാടികൾ നടത്തിയിട്ടുള്ള തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരമായിരുന്നു നടന്നത്. പ്രതാപൻ മത്സരിക്കുന്നു UDFന് വേണ്ടി എന്ന വാർത്തകൾ ആദ്യം പ്രചരിപ്പിച്ചപ്പോൾ BJPക്ക് വലിയ ആത്മവിശ്വാസമായിരുന്നു. ആദ്യം തന്നെ 400 സീറ്റുകൾ BJP നേടുമെന്ന തരംഗം ആദ്യം ഉയർന്നത് തൃശ്ശൂരായിരുന്നു. സ്ത്രീ വോട്ടർമാരുടെ വോട്ടുകൾ കേന്ദ്രീകരിക്കുവാൻ കഴിയുന്ന വനിതാ സംഗമം അവിടെ നടത്തിയത് തൃശ്ശൂരായിരുന്നു. അതോടൊപ്പം തന്നെ മോദി ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം ആദ്യം മുഴക്കിയത്, നരേന്ദ്രമോദി ആദ്യം മുഴക്കിയത് തൃശ്ശൂരായിരുന്നു. കേന്ദ്രമന്ത്രി, തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയത് അതാദ്യം തൃശ്ശൂരായിരുന്നു. അങ്ങനെ ഈ ഘടകങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ അവിടെ BJPക്ക് ആത്മവിശ്വാസവും വിജയ സാധ്യതയും ഏറെയായിരുന്നു. പക്ഷേ വടകരയിൽ നിന്ന് കെ മുരളീധരൻ BJPയിലേക്ക് എത്തിയപ്പോൾ കോൺഗ്രസിൻ്റെ അനുഭാവികളിൽ നിന്ന് BJPക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പല വോട്ടുകളും കെ മുരളീധരൻ തന്നിലേക്ക് തന്നെ അടുപ്പിക്കുന്നു. ഒപ്പം സുനിൽകുമാറിന് അവിടെ ഉണ്ടായിരുന്ന ജനപിന്തുണ അത് വർദ്ധിപ്പിക്കുവാൻ ഇടതുപക്ഷത്തിന് സാധിക്കുന്നുണ്ട്. ആ ജനപിന്തുണ അവിടെ വർക്കൗട്ട് ആവുകയാണ് എങ്കിൽ തൃശ്ശൂരിൽ നേമത്തുണ്ടായി തന്നെ വീണ്ടും ആവർത്തിക്കുവാനാണ് സാധ്യത ഏറെ. നേമത്ത് കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായതോടുകൂടി അവിടെ BJPയുടെ അപ്രമാദിത്വത്തിൽ വലിയ ഇടിവുണ്ടാകുന്നു. അങ്ങനെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വിജയിക്കുന്നു. അത്തരത്തിൽ തന്നെയായിരിക്കും തൃശ്ശൂരിലും ഉണ്ടാകുവാൻ പോകുന്നത്. കെ മുരളീധരൻ സ്ഥാനാർത്ഥിയാകുന്നതോടുകൂടി BJPയുടെ വിജയപ്രതീക്ഷ താഴേക്ക് ഇടിയുന്നു. ടൗൺ ഏരിയയിൽ മാത്രമേ സുരേഷ് ഗോപിക്ക് വിജയിക്കുവാൻ സാധിക്കൂ. അല്ലാത്ത ഇടങ്ങളിലെല്ലാം ഒന്നെങ്കിൽ UDFO അല്ലെങ്കിൽ LDFO ആയിരിക്കും ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നാണ് കണക്കുകൂട്ടൽ. എന്തായാലും നിയമം ആവർത്തിക്കുകയാണെങ്കിൽ അവിടെ സുനിൽകുമാർ വിജയിക്കും എന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ. എന്തായാലും കണക്കുകളെല്ലാം പരിശോധിക്കുമ്പോൾ ഒടുവിൽ വലിയ ആത്മവിശ്വാസമാണ് 10 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിനുള്ളത്. ആദ്യം പറഞ്ഞ 20ൽ 20 മണ്ഡലങ്ങളിലും കോൺഗ്രസ് വിജയിക്കില്ല എന്നാണ് ഈ സന്ദർഭങ്ങളൊക്കെ കണക്ക് കൂട്ടിക്കൊണ്ട് ആത്മവിശ്വാസത്തോടുകൂടി ഇടതുപക്ഷം പറയുന്നത്. എന്നാൽ ഇതിനേക്കാൾ ഒക്കെ അപ്പുറത്താണ് ജനത്തിൻ്റെ വിധി. ആ വിധി കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാ MP-മാരും നടത്തിയ വികസനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ന ഉറച്ച ബോധ്യവും ആത്മവിശ്വാസവും UDFനുണ്ട്. അട്ടിമറി വിജയത്തിലൂടെയെങ്കിലും ഒരു മണ്ഡലത്തിലെങ്കിലും BJP അധികാരത്തിലെത്തും എന്ന തികഞ്ഞ ആത്മവിശ്വാസമാണ് BJPക്കുള്ളത്. കാത്തിരിക്കാം എന്താണ് ജനം നൽകുന്ന വിധിയെന്ന്.